ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അക്ഷയ്. അപ്പോൾ നമ്മുടെ ഇവളുണ്ട്, ഇന്ദുണ്ട്, ശിവുണ്ട്. ശിവു നഗ്നയായിട്ടാണ് ശിവ് അയ്യോ ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ശിവു ഉറങ്ങായിരുന്നു കേട്ടോ, ഞാനും ഉറങ്ങായിരുന്നു ഇത്ര നേരം. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എടുത്ത് എനിപ്പിച്ചാരാണ് ശിവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാത്തത്. ഡ്രസ്സ് കയ്യിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കണത് ഇന്ദുവിൻ്റെ വീടിൻ്റെ വഴിയിലാണ്, കാറിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു വഴിയിലാണ് നിൽക്കണത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട്. സദാചാരം എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലേ? എന്താ നോക്കണേ, കണ്ണടിച്ചോളാ. പിന്നെ പറയും. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോണത്, നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. AJ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ജ്വല്ലറി തൃശ്ശൂരുള്ളതാണ്. തൃശ്ശൂർ ഇവിടെ വഞ്ചിക്കുളത്താണ് വരണത്. എവിടെ നിങ്ങൾ അന്വേഷിച്ചാലും എല്ലാവരും പറഞ്ഞുതരും. നല്ല പള്ളിക്കുളമാണോ? വഞ്ചിക്കുളം അല്ല കേട്ടോ, പള്ളിക്കുളമാണ്. അവിടെ നല്ല പണിക്കൂലി കുറവും പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഓഫറും പിന്നെ വില കുറവും ഒക്കെ ഉള്ള ഒരു ജ്വല്ലറിയാണ് AJ ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പോകാൻ കാരണം. അപ്പൊ പറയും. ഞാൻ തുടങ്ങുമ്പോ നിനക്ക് മാറ്റാനല്ലേ അനിയത്തിക്ക് എൻഗേജ്മെന്റ് റിംഗ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. എടുക്കാനല്ല നമ്മള് പോണത്, കുറച്ച് ഡിസൈൻസ് അവിടെ നോക്കിയിട്ട് അതിൽ ഉറപ്പിക്കാനാണ് പോണത്. അപ്പൊ അവിടെയുള്ള ഡിസൈൻസ് ഒക്കെ ഒന്ന് കണ്ട് അതിലുള്ള ഏറ്റവും നല്ലൊരു ഡിസൈൻ നോക്കി കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടല്ലോ. അപ്പൊ ആ ഒരു റിങ് കാണാനാണ് നമ്മൾ പോണത്. ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് വേറൊരു രീതിയിലുള്ള ട്രെൻഡായിരുന്നു. ഞാൻ ട്രെൻഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് നിൽക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞ സാധനം എടുത്തത് അല്ലേ. പിന്നെ നമ്മളിപ്പോ കുറെ വട്ടമായി അവിടേക്ക് തന്നെ പോണു, AJ ഗോൾഡിലേക്ക്. അപ്പൊ നിങ്ങളിത് ഇതിപ്പോ പ്രൊമോഷനാന്ന് പറയരുത്. ഇത് പ്രൊമോഷനൊന്നല്ല. നമ്മുടെ അമ്മായി എൻ്റെ കസിൻസ് വരെ കല്യാണത്തിന് അവിടെ നിന്നാണ് ജ്വല്ലറിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൈ കടിച്ചു തുടങ്ങി. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. അവർ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പള്ളിക്കുളത്തുള്ള AJ ഗോൾഡിലേക്ക് പോകും. അവിടുത്തെ കളക്ഷൻസ് കാണും. നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തും. പിന്നെ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാ പറയും, നോട്ട കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയാനുള്ള പോലെയുള്ള പറയും. പിടിച്ചോ. പിന്നെ ബാക്കി അവിടെ വെച്ചിട്ട് കാണിച്ചു തരാട്ടല്ലോ. അല്ല, ഞാനും പറഞ്ഞ വണ്ടി ഓഫായി. പറയ് അവരോടുത്ത് അവിടെ വന്നിട്ട് കാണാന്ന് പറയും. അവിടെ ചെന്ന് കാണാന്ന് പറയ്. അവിടെ ചെന്നിട്ട് കാണാന്ന് പറയ്. കുഞ്ഞാമ പറയ്. ടാറ്റ പറയ്. ഓക്കെ ബൈ. ഐന്ന് ബായല്ലട്ടാ. ഐ അശി പറഞ്ഞ ശീ കണ്ണടച്ചിങ്ങനെ കണ്ണടച്ച് അണിച്ചു കൊടുത്ത. മതി 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 പോലെ. അപ്പൊ നമ്മൾ എൻഗേജ്മെന്റിന്റെ റിങ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടാ. ഇപ്പൊ അമ്മയുണ്ട്, അവിടെ അമ്മേനെ കാണാനില്ല. അമ്മയുണ്ട്, വിജിയുണ്ട്, ശിവു ഉണ്ട്, കുട്ടുണ്ട്, ഞാനുണ്ട്. അച്ഛത ഇവിടെ നിക്കണു. അപ്പൊ ഞങ്ങൾ എന്തായാലും വേഗം പോയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വരാം. അപ്പൊ എന്തായാലും നമ്മളത് നോക്കി സെലക്ട് ചെയ്തിട്ട് വേഗം വരാം. അപ്പൊ അതൊക്കെ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മള് വന്നോണ്ടിരിക്കുമ്പോ ശിവുവിന് ജ്യൂസ് മേടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് കേട്ടാ. നമ്മുടെ പള്ളിക്കുളത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ള കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്തോറും വണ്ടിയുടെ റോഡിന്റെ വീതി കുറഞ്ഞു വരുന്ന കാരണം വണ്ടികൾക്ക് പോകാനായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് കൂട്ടായിട്ട് ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ചുള്ള നടക്കാൻ. അതുകൊണ്ടാണ് അവിടെ ഇട്ടത്. അപ്പോൾ നമ്മളിത് ജ്വല്ലറി തറയുണ്ട്. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ
കാണിച്ചു തന്നിട്ടുള്ള സെയിം ജ്വല്ലറി തന്നെയാണ്. കരിമ്പുഴ. ബാഡ് വാട്ടർ. അതിനാണ് മണം തന്നെ. എന്താ എത്തിന്ന് എത്തിയില്ലേ എത്തിണ്ട്. ഗൈസ് അപ്പം നമ്മൾ ജ്വല്ലറി എത്തിയിട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണ്ട. അങ്ങനെ ജ്വല്ലറി എത്തി ഗൈസ്. എൻ്റെ ഈ തൊള്ളപ്പൊളിന്ന് അവിടെ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നല്ലേ. നോക്കാം. പോണ വയ്ക്കുവാണെങ്കിൽ കയറിയിട്ട് പോകാം. ഡെയിലി ഇവിടെ വന്നിരിക്കാം. നല്ല എ സി. ഇതാണ് നമ്മുടെ ഷോപ്പ് ഇട്ട ഗൈസ്. എനിക്ക് അധികം അങ്ങനെ വർത്തമാനം പറയാൻ പറ്റും. അയ്യോ അയ്യോ എൻ്റെ അമ്മച്ചേ, മോതിരത്തിന്റെ പൈസ അവിടെ കൊടുത്തിട്ട് കൊണ്ടിരിക്കും. മാസോണ്ട് അടുത്ത് സാഗർ വരും. ഇതാണപ്പോ എന്റെ കൈമ കയറണ കൂടി ഇല്ല. അങ്ങനെ വരും. ശിവു ഒതുങ്ങിയിരിക്കണേ. എന്തിട്ടാ വേണ്ട ശിവു? ഇതിന് അത്യാവശ്യം കട്ടി വേണമല്ലേ? ഇത് അതിനല്ലേ, ആ മോഡലിനല്ലേ? അതേ ഇട്ടതാണല്ലോ. രണ്ട് ഹാർട്ടല്ലേ? അശ്വിൻ അല്ല അശ്വതി ഇതൊക്കെ ഉണ്ട് തൂക്കം. ഇതൊക്കെയാണ് ആദ്യത്തെ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, അതുപോലത്തെ ഇതൊക്കെ അരപ്പൗണ്ട് ചെയ്യാം. നിങ്ങളുടെ വട്ടായ കാരണം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അരപ്പൗണ്ട് ചെയ്യാം. ഒരു പൊടി ഒരു പൊട്ടിക്കും കൂടി. അതന്നെ അതന്നെ വേണ്ടത്. സെറ്റ് താനം. ഗായ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലാണ്ടാ. ഈ കാണുന്നതാണ് തൃശ്ശൂർ ഉണക്കമീൻ്റെ മാർക്കറ്റ്. അപ്പുറത്ത് പച്ചമീൻ മാർക്കറ്റ്. എല്ലാ രീതിയിലുള്ള മീനുകളും ഇവിടെ കിട്ടും. വേണ്ട അപ്പം പിന്നെ മീൻ മാർക്കറ്റിൽ നല്ല മണം ഉണ്ടാവും. മുട്ട മണം. പിന്നെ ഇതാണ് തൃശ്ശൂർ പുതിയതായിട്ട് വന്നിട്ടുള്ള നടപ്പാത പോലെ.
അപ്പം നമ്മൾ പച്ചക്കറി പേടിച്ചല്ല പണ്ടാറടങ്ങാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറി മേടിക്കാനായിട്ടാ പോണേ. ഇതാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ വിശ്വവിഖ്യാതമായ പച്ചക്കറി മാർക്കറ്റ്. നമ്മുടെ നടപ്പാത സൺസെറ്റ്. ആ ഓള് പറഞ്ഞില്ലേ പുള്ളി വൈബാണല്ലോ. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സഞ്ചി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല ഫ്രഷ് പച്ചക്കറികൾ കേട്ടോ, വൈബ് സാധനങ്ങള്. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഡിസൈൻസ് ഒക്കെ നന്നായി കണ്ടോ? ഡിസൈൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചിട്ടില്ലേ? അത് കാണിക്കണ്ടേ? അവസാനം കാണിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫോട്ടോ ഉണ്ടോ? അതാണ് മോതിരം. അപ്പോ അല്ലേ അതിമങ്ങനെ ഒരു ലവിന്റെ പടം ഉണ്ടാവും. 2 ലവ് ഉണ്ട്. പക്ഷെ ആ 2 ലവ് കാണുമ്പോ ആള് പറഞ്ഞത് ഇത് പൂവാണോ ഒരു സംശയം. 2 ഹാർട്ടാണോ അറിയില്ല. 2 ഹാർട്ട് ആവാൻ പോലെ. അപ്പൊ ഒരു ഹാർട്ടായി മതി. മറ്റേ മോതിരത്തെ ഒരു ഹാർട്ടാകുമ്പോ 2 ഹാർട്ടാവില്ല ഇങ്ങനെ പിടിക്കുന്നില്ലേ. അപ്പൊ അതുമേ പേര് എഴുതിയിട്ട് അപ്പുറത്തൊരു ലവ് ഉണ്ടാവും. അതാണ് മോതിരം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് തോന്നണം നിങ്ങൾക്ക്. കാരണം എന്ന് വെച്ചാൽ എന്റെ ക്യാമറ ഉള്ളിൽ നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷർട്ടിന്റെ തുമ്പ് ഇങ്ങനെ തുടച്ചെടുത്തപ്പോ സെറ്റായി. അപ്പോ എന്താണ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അരപ്പവന്റെ മോതിരം കൊടുത്തേക്കണത് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കണത് അരപ്പവന്റെയാണ്. അപ്പൊ 7 ആണ് അളവ്. അപ്പൊ അത് ഭയങ്കര ചെറുതാണ്. അത് അരപ്പവന്റെ ചെയ്താൽ അത്യാവശ്യം ഉണ്ടാവും. അങ്ങനെ നല്ല കട്ടി ഉണ്ടാവും. അരപ്പവന്റെ ആവശ്യമുണ്ട്. അരപ്പവൻ വേണം. അപ്പൊ എന്തായാലും നമ്മള് അടുത്ത് മോതിരം കിട്ടണ ഒരു വ്ളോഗ് ഉണ്ടാവട്ടെ നമ്മുടെ. മേടിക്കാൻ പോണ്ടോ? പിന്നെ അപ്പൊ നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊന്ന് പോവാ. അപ്പൊ നമ്മുടെ ഗഡിയാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പണിക്കൂലി കുറവ്, നല്ല നമ്മളെ സാറ്റിസ്ഫൈഡ് ആവണ എന്താ പറയാ. അതെ, എന്താ വെച്ചാൽ പൊട്ടയാണെങ്കിൽ പൊട്ടയെന്ന് പറയും. ഇതെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? പണ്ടോ തേട്ടാ താലിമാല മാറ്റം പോയപ്പോഴും അങ്ങനെ തന്നെയാ പറഞ്ഞത്. നമ്മുടെ പ്രൊമോഷൻ ഒന്നല്ലേട്ടാ, സത്യസന്ധമായിട്ട് മുടി പിടിക്കുന്നൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായില്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ. ബൈ. See you.